ചാവക്കാട്, ഗുരുവായൂർ, മണലൂർ ആ ഭാഗത്തൊക്കെയുള്ള മുഴുവൻ നിരോധിത PFI പ്രവർത്തകരും പ്രതാപന്റെ കൂടെയാണ് എന്നുള്ളതിന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇനി നിങ്ങളെയൊക്കെ സുഹൃത്തായിട്ടുള്ള TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരാണ് അറിയോ? നിങ്ങൾ ദില്ലിയിൽ ഇരുന്നു കൊണ്ട് TN പ്രതാപന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ, ഈ നെറേറ്റീവ് മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ ആരാണ്? നിങ്ങൾക്കത് അറിയുന്നതാണ്. അബ്ദുൾ ഹമീദ്. ആരാണ് അയാൾ? ഒന്നാം തരം PFIക്കാരൻ. ജാമിയ മില്ലിയ കേസിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. ദില്ലി കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ വ്യക്തമായിരുന്നു. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പുന്ന നൌഷാദിനെ ഒരു സംഘം PFI ഭീകരന്മാർ കൊലപ്പെടുത്തി. നിങ്ങൾക്ക് മറവി പാടില്ല, ഓർമ്മണ്ടല്ല. പുന്ന നൌഷാദിനെ ഒരു സംഘം PFI പ്രവർത്തകർ കൊലപ്പെടുത്തി. അന്ന് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ ആ പുന്ന നൌഷാദ് കൊലക്കേസിലെ PFI നേതാക്കന്മാരെ സംരക്ഷിക്കുന്നത് പ്രതാപനാണ് എന്നുള്ള നിരവധി ആരോപണങ്ങൾ. കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞ ആരോപണം ഞങ്ങൾ പറഞ്ഞാൽ പുന്ന നൌഷാദ് വധക്കേസിലെ പ്രതികളായിട്ടുള്ള PFI പ്രവർത്തകരെ പ്രതാപനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യം. കോൺഗ്രസ് നേതാവ് പ്രതാപനോട് നിങ്ങൾ ചോദിക്കണം, ആരാണ് ഈ പറയുന്ന അബ്ദുൾ ഹമീദ്? അയാളെ ആൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം. അയാളെ കേരളത്തിൽ എന്റെ കൂടെ വന്നു, ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ അബ്ദുൾ ഹമീദ് ആരാണ്? എന്താണ് പ്രതാപനുമായിട്ടുള്ള ബന്ധം? അയാൾക്ക് ജാമിയ മില്ലിയ കേസിലുണ്ടായിരുന്ന പങ്ക് എന്തായിരുന്നു? അയാൾ എന്തിനാണ് NIA ചോദ്യം ചെയ്തത്? ദില്ലി കലാപ കേസിൽ അയാളെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ഈ കാര്യങ്ങൾ പ്രതാപനായിട്ട് ബാക്കി അടുത്ത പ്രതാപ് വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഞാൻ വെല്ലുവിളിക്കുന്നു, ഞാൻ മോദിയെ കൈയിലുണ്ടെന്നാണ്. കൈയൊക്കെ അവിടെ വെച്ചാൽ മതി. പ്രതാപൻ അവിടെ പച്ചയായ വർഗീയത, ഭീകരവാദികളെ തോളിലിട്ടാണ് നടക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്നെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കണ്ട. ഇനി പ്രതാപൻ ഭീഷണിയായിട്ട് വന്നാൽ, വലിയ വർത്താനം പറഞ്ഞു വന്നാൽ, ബാക്കി കാര്യങ്ങൾ ഫോട്ടോ സഹിതം പ്രതാപന്റെ PFI ബന്ധത്തിന്റെ ഫോട്ടോ തെളിവുകളടക്കം ഞങ്ങൾക്ക് പുറത്തുവിടേണ്ടി വരും. ഈ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അങ്ങൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ചില കണക്കുകൾ അങ്ങ് പറഞ്ഞു. അതായത് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെന്നാണ് പറഞ്ഞത്. അങ്ങേക്ക് മാത്രം കിട്ടിയ കണക്കാണോ ഇത്? സഹോദര, ഇന്നലെ ഇടുക്കിയിലെ കണ്ടായിരുന്നല്ല, കേരളത്തിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പോലീസ് അയാളെ വെറുതെ വിട്ട് കേസ് വിട്ടുപോയിട്ട് അയാൾ അച്ഛൻ്റെ അനിയനെ കൂട്ടിയിരിക്കുന്നു. ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട. നിങ്ങൾ AKG സെന്ററിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ്. കൊച്ചുകുട്ടികൾക്കെതിരെ, പ്രായമായവർക്കെതിരെ, 80-90 കഴിഞ്ഞവർക്കെതിരെ പോലും അതിഭീകരമായ കുറ്റകൃത്യങ്ങളാണ്. ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി വീണ്ടും നമ്മുടെ ഒരു പെൺകുട്ടിയെ അതിഭീകരമായ ബലാത്സംഗം. വേറെ എവിടെയാ റിപ്പോർട്ട് ചെയ്തത്? അങ്ങ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇല്ല, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണെന്ന്. അങ്ങനെ ഒരു കണക്കുണ്ടോ? കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഞാനത് എവിടെ വേണമെങ്കിലും പറയും, ഇനിയും പറയും. നിങ്ങൾക്ക് സൗകര്യം. സുരേന്ദ്രൻജി, ഞാൻ ഈ സംഭവങ്ങളല്ല ചോദിക്കുന്നത്. അങ്ങ് പ്രധാനമന്ത്രിയുടെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല. കേരളത്തിലെ ജനസംഖ്യ, കേരളത്തിൽ 3.5-4 കോടി ജനങ്ങളെ ഉള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഇവിടുത്തെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ. ഇവിടുത്തെ എല്ലാവർക്കും അങ്ങ് പറഞ്ഞ മറുപടി ഓക്കെ. പക്ഷേ ഈ പറഞ്ഞ കണക്ക് അങ്ങയുടെ കൈവശമുണ്ടോ എന്നാണ് ചോദ്യം. അതിന് മറുപടി ഉണ്ടോ? ഇല്ല, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുണ്ടെന്ന് പറയുന്നു. ആ കണക്കുണ്ടോ എന്നല്ലേ ചോദ്യം? ഇല്ല, അങ്ങനെയല്ല. ആ ചോദ്യം റിലവന്റ് അല്ലേ? അങ്ങേക്ക് ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ല എന്ന് പറയാം. പക്ഷെ ഇല്ല, അങ്ങനെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഒരു കണക്ക് അങ്ങനെ സുരേന്ദ്രജി അങ്ങനെയല്ല. ഞാൻ താങ്കളോട് വളരെ വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങ് പ്രധാനമന്ത്രിയുടെ വേദിയിൽ പ്രസംഗിച്ച അങ്ങക്ക് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം BJPയുടെ സംസ്ഥാന അധ്യക്ഷന്. അങ്ങനെ ഒരു കണക്കുണ്ടോ? സുരേന്ദ്രജി, അങ്ങനെ ഒരു കണക്കുണ്ടോ? അങ്ങനെ ഒരു കണക്ക് അങ്ങയുടെ കൈവശമുണ്ടോ? ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ
അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേറെ സുരേന്ദ്രജി ബാലിശ്യമല്ല. അങ്ങ് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ അങ്ങനെ ഒരു കണക്ക് ഉദ്ധരിച്ചിട്ട് എന്റെ ചോദ്യം എങ്ങനെ ബാലിശ്യമാകുന്നു സുരേന്ദ്രജി? അതിന് ഉത്തരവുണ്ടോ സുരേന്ദ്രജിക്ക്? ഉത്തരവില്ല. ഞാൻ ദേശാഭിമാനിക്കും കൈരളിയും ചോദിക്കുന്ന 100 ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല. ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ അങ്ങയോട്. അങ്ങനെ ഒരു കണക്കുണ്ടോ എന്ന് ഉത്തരവുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ വേറെ എന്തെങ്കിലും പറയാൻ പറ്റും. നടി ശോഭന വേദിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നു. കേരളത്തിലടക്കം പങ്കെടുക്കുന്ന ശോഭന ഇനി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിപ്പോ മോദിജിയുടെ പരിപാടിയിലോ അല്ലെങ്കിൽ BJPയുടെ പരിപാടിയിലോ ആരെങ്കിലും പങ്കെടുത്താൽ അവരെ സൈബർ ബുള്ളിങ് നടത്തിയിട്ട് വായടപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ CPM-ന്റെയും ജിഹാദികളുടെയും ഒരു അജണ്ടയാണെന്ന് ആർക്കറിയാം. അതിനൊക്കെ ആരാണ് ഇവിടെ കേരളത്തിൽ വില വയ്ക്കുന്നത്? ആരത്? ആ കാലൊക്കെ കഴിഞ്ഞു പോയി. സൈബർ ബുള്ളിങ് കൊണ്ടൊന്നും ഇവിടെ ഒരു തരത്തിലും ആളുകളുടെ നിലപാടുകൾ ഇല്ലാതാക്കാൻ കഴിയില്ല. മറിയക്കുട്ടിയെ വരെ 80 വയസ്സ് കഴിഞ്ഞ മറിയക്കുട്ടിയെ വരെ ഭീകരമായി സൈബർ ബുള്ളിങ് നടത്തുന്ന യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഇടതുപക്ഷത്തിനും ജിഹാദികൾക്കും ആരും മറുപടി പറയുമെന്നാണ് വിചാരിച്ചത്. അല്ല, കേക്കും മീനും പിൻവലിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലെന്ന്. സജി ചെറിയാന് ഇതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു മതചടങ്ങിനെ കുറിച്ച് പറയാനുള്ള ധൈര്യമുണ്ടോ? ഞങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എപ്പോഴും മണിച്ചണ്ട കൊണ്ടാണ്. സജി ചെറിയാന് മുസ്ലിം മതവിഭാഗത്തിലെ ആചാര്യന്മാരെ കുറിച്ചോ അവരുടെ ഒരു ചടങ്ങിനെ കുറിച്ചോ ഇങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ സജി ചെറിയാൻ ഇപ്പൊ രാജിവെച്ച് കണ്ടം വഴി ഓടിയിട്ടുണ്ടാവും. അറിയോ നിങ്ങൾക്ക്? ഇതാണ് കേരളത്തിന്റെ സാമൂഹ്യ സ്ഥിതി. ഒരു വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. എന്തിനാണ് ഇത്തരം വൃത്തികെട്ട പ്രസ്താവനകൾ നടത്തിയത് എന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വെച്ച് സ്വർണ്ണക്കടത്ത് ആക്ഷേപം BJP രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കുന്നത്. അത് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാൻ എന്തായിരുന്നു തടസ്സമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത്. എന്തായിരുന്നു തടസ്സം? ആരാണ് പിടിക്കേണ്ടിയിരുന്നത്? സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ജയിലിൽ കിടന്നു ഓർമ്മയില്ല. സ്വർണ്ണക്കടത്തിലാണോ? സ്വർണ്ണക്കടത്തിലല്ലാതെ പിന്നെ എന്ത് കടത്തിലാണ്? സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്ന് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ പ്രയാസം? വേറെ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടോ? ആര് പറഞ്ഞ അലിഗേഷൻ? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വളരെ ആധികാരികമായി ഞങ്ങൾ ചില ആരോപണങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടെ പിടിച്ചു വെക്കപ്പെട്ട സ്വർണം തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പലതവണ വിളിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ആരോപണം. അന്ന് നിങ്ങൾ എല്ലാവരും എന്നെ കൊത്തി കീറി. കൈരേഖയാണ്, ശങ്കരാടിയാണ്. ശിക്ഷിച്ചില്ല. പിന്നെ എന്താണ്? എന്താണ് കേസ്? ശിവശങ്കരനെ വിളിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് തെളിയിക്കാൻ കേന്ദ്ര ഏജൻസിക്ക് കഴിഞ്ഞു. സുരേന്ദ്രജി, ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ആരാണ് നടപടി എടുക്കേണ്ടത്? ഇത് ഏത് ഏജൻസി അന്വേഷിക്കേണ്ടത്? സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഏത് ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തുന്നത്? മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല് ഡിവൈഎഫ്ഐക്കാർക്ക് മറുപടി കുറച്ച് കുറവായി. ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ചോദ്യം എന്നോട് ചോദിക്കണം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ്. ആ ഏജൻസി അന്വേഷിച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ കുറ്റവാളിയായി കണ്ടെത്തി അദ്ദേഹത്തെ ജയിലിൽ കിടത്തി ഇപ്പൊ കേസ് തുടരുകയാണ്. പിന്നെ ഏത് കേസിലാണ്? അതിനപ്പുറത്തേക്ക് കോടതി വിധി വന്നിട്ടുണ്ട്. ലൈഫ് മിഷനിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും അയാൾ പ്രതിയാണ്. എല്ലാ കേസിലും ഇതുവരെ ആരെയും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. സോളിഡ് ആയിട്ടുള്ള ഒരു തെളിവ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പറയുന്നതാണെന്ന് ആശ്വസിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്
പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പ്രതിയായി ഈ നാട്ടിൽ ഇത് എത്രയും ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പറയാണ് എന്ത് ചിത്രത്തിന്റെ മുന്നിൽ BJP സംസ്ഥാന അധ്യക്ഷൻ CPM വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ നടപടിയെടുക്ക്. നിങ്ങൾ അല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷി ചോദിച്ചു കണ്ടില്ലേ, പ്രധാനമന്ത്രി ഓഫീസാണ് ഇതിന്റെ കേന്ദ്രം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. നടപടി ഇല്ലെന്ന് ആര് പറഞ്ഞത്? കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ, കോടതി ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ ഈ കേസിൽ? നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് കാണുന്ന പോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ആദ്യമായിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? PD സതീശൻ പറഞ്ഞത് സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഡോളർ കടത്ത് കേസും ഉൾപ്പെടെ എല്ലാ കേസുകളും ശരിയായ നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു തരത്തിലുള്ള അന്വേഷണത്തിന്റെ ലാപ്സ് ഉണ്ടായിട്ടില്ല. ഇനി ചില ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ ചോദ്യം ചെയ്യാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആളുകളെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്യും. എന്തിനാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നു? എന്താ നിങ്ങളുടെ ഉദ്ദേശം? തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് ചോദ്യം ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കേസ് 8 കൊല്ലം കഴിഞ്ഞാണ് അവരെ ചോദ്യം ചെയ്തത്. അത് നിങ്ങൾ മറന്നുപോയോ? രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളി എന്ന് നിങ്ങൾ പറയുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചോദ്യം ചെയ്യപ്പെട്ടത് 8 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പബ്ലിക്കൊന്നുമില്ല. നിങ്ങൾ ഒരു പബ്ലിക്കും കാണുന്നില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടത്തുന്ന സുതാര്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പബ്ലിക്കിനും ഒരു വേവലാതിയില്ല. ആകെ വേവലാതിയുള്ളത് കോൺഗ്രസ്സുകാർക്കാണ്. കോൺഗ്രസിന് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അതിങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയും ചെയ്തു. ഈ ഇലക്ഷൻ സമയത്ത്, കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും ഈ വിഷയം ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ടും, പക്ഷേ ഇലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ട്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സമയം എവിടെ ആയിട്ടുണ്ട്? ഇലക്ഷൻ പ്രഖ്യാപിച്ചോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദി തൃശ്ശൂരിൽ പറഞ്ഞതെല്ലാം ഇലക്ഷൻ സമയമായതുകൊണ്ട് പറഞ്ഞതല്ല, അല്ലാത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകി സർക്കാരിന്. പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ തുടർ നടപടികളോ ഉണ്ടായിട്ട് കാണുന്നില്ല. BJP സംസ്ഥാന ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആദ്യം വിശ്വസിച്ചില്ലല്ലോ. അത് 100% അഡ്ജസ്റ്റ്മെന്റ് അല്ല. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത ഒരു പരാതിന്റെ കടലാസിന്റെ വില പോലും പിണറായി വിജയന്റെ ഓഫീസ് കാണിക്കുന്നില്ല. പിന്നെ എന്താ ഇത് അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല പറയേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ കേരള പോലീസിനോട് ഈ കാര്യം ശക്തമായി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇവര് കുറെ ദിവസമായിട്ട് ഈ ഗണപതി കല്യാണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ക്രൈംബ്രാഞ്ച് വരും. ക്രൈംബ്രാഞ്ച് ആരാണ് ഇവിടെ? ക്രൈംബ്രാഞ്ച് വരാൻ ഇത്ര കാലതാമസം എന്താണ്? ക്രൈംബ്രാഞ്ച് വരും എന്ന് പറഞ്ഞിട്ട് എവിടെ ക്രൈംബ്രാഞ്ച്? ആ കേസ് സതീശനും പിണറായി വിജയനും തമ്മിൽ ഒത്തുതീർപ്പാക്കി. എല്ലാ കേസുകളും പോലെ ഈ BJPയുടെ കോൺഗ്രസ് കോൺഗ്രസിന് എന്ത് വേണമെങ്കിൽ പറയില്ല. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? ഈ VD സതീശൻ പ്രതിയായിട്ടുള്ള പുനർജനി കേസിൽ ഇന്നേ വരെ ഒരു ദിവസം VD സതീശനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആര് സതീശനെ കാണുമ്പോൾ അത് ചോദിക്കുന്നില്ലല്ലോ. എന്നോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ സതീശനെ കാണുമ്പോൾ സാറേ നിങ്ങളുടെ പുനർജനി കേസിൽ നിങ്ങൾക്ക് വല്ല നോട്ടീസും വന്നോ? നിങ്ങൾക്കെതിരെ വല്ല അന്വേഷണവും ഉണ്ടോ? നിങ്ങൾ അന്ന് വിജിലൻസ് എടുത്ത കേസും മറ്റേ ഏജൻസികൾ എടുത്ത കേസും എന്തായി? അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയെങ്കിലും നടന്നോ? എന്തുകൊണ്ടാണ് സതീശന് മുമ്പിൽ നിങ്ങൾ ചോദിക്കാറ്? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ പത്രം നടക്കും. യൂത്ത് കോൺഗ്രസിൽ ഇല്ല, സതീശനോട് ആരും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ചോദിക്കുന്നുണ്ട്. അങ്ങ് സെലക്റ്റീവായി കാണുന്നുണ്ട്. ഒരു പത്രസമ്മേളനത്തിൽ സതീശനോട് ഇന്നേ വരെ നിങ്ങൾ ആരും, നിങ്ങൾക്ക് എന്തൊരു സോഫ്റ്റ് കോർണറാണ്? യൂത്ത് കോൺഗ്രസിന്റെ കേസില് പ്രസിഡന്റ് പറഞ്ഞ അതേ കാര്യം തന്നെ സാമാന്യ പൊതുജനത്തിന് സ്വർണ്ണക്കടത്ത് കേസിന് തോന്നുന്നുണ്ട്. നിങ്ങളെല്ലാം തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് തോന്നുന്നത്. അതൊക്കെ നിങ്ങൾ പറയുന്നത്. സുരേന്ദ്രജി, ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ വിഷയം രാജ്യദ്രോഹ കുറ്റമായി ആദ്യം വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ആരാ? സുരേന്ദ്രജിയാണ്. കേന്ദ്ര ഏജൻസികളെ സമീപിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ED പോലത്തെ വിഷയങ്ങളിൽ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി സമീപിച്ചല്ലോ. ഇതിലെന്താ സമീപിക്കാൻ വൈകുന്നത്? എവിടെയാണ് നിങ്ങൾ പല പകുതികൾ? ഞാൻ ഇതൊരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്റെ വർത്തമാനമാണോ നാട് ഭരിക്കുന്ന പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ വർത്തമാനമാണോ പ്രധാനപ്പെട്ടത്? ഞാനൊരു MLA പോലും അല്ലാത്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞ അതേ കാര്യം വേറൊരു രീതിയിൽ, അതായത് രാജ്യത്തിന് ചേരാത്ത ഒരു കാര്യം എന്ന് ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞതും രാജ്യദ്രോഹ കുറ്റം എന്ന് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണല്ലോ.
മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾ സമീപിച്ചു. ഇലക്ഷൻ കമ്മീഷൻ പ്രാഥമികമായ ഒരു കുറ്റാന്വേഷണ ഏജൻസി അല്ല. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്റ്റേറ്റ് പോലീസിനോട് അന്വേഷിച്ച് കൃത്യമായിട്ട് അവർ നടപടിയെടുത്തില്ലെങ്കിലാണ് അടുത്ത നടപടിയിലേക്ക് പോവുക. എന്റെ ചോദ്യം, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ നടപടി ഉണ്ടാവാത്തത്? അതിനെന്താ തടസ്സം? പിണറായി വിജയന് മുമ്പിൽ അതിനെന്താ തടസ്സം? ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കൊടുത്ത കേസ് പോലും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? നിങ്ങൾ ആദ്യം അവരോട് പോയി ചോദിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ശംഖുമുഖത്ത് അമിത്ഷാ പങ്കെടുത്ത പരിപാടി അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇതേ സ്വർണ്ണക്കടത്ത് വിഷയം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി നടക്കുന്നതെല്ലാം പറഞ്ഞു. ഇപ്പൊ 2 വർഷം പിന്നിട്ടു നടപടി. ഇപ്പൊ ഇലക്ഷൻ സമയത്ത് ഇത്ര തിരക്കുന്നത്? അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അതിനാവശ്യമായ ശാസ്ത്രീയ പരിശോധനകളൊക്കെ നടത്തി വരുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെടുന്നതിനാണ്. ആരെങ്കിലും കുറ്റക്കേസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇതെന്നെ ചോദിച്ചോണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കാര്യം തൃശ്ശൂരിൽ വെച്ച് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, എല്ലാവരുടെയും വിശ്വാസങ്ങളെ BJP ആദരിക്കുന്നു, അതിന്റെ ഭാഗമായാണ് ക്രിസ്മസ് വിരുന്ന് നടത്തിയത്. അതിനോടനുബന്ധിച്ച് മന്ത്രി പി രാജീവ് ചോദിച്ചൊരു കാര്യമുണ്ട്. 2014 ശേഷം എന്തുകൊണ്ട് ഇഫ്താർ വിരുന്ന് പ്രധാനമന്ത്രി നടത്തുന്നില്ല? അല്ല, BJP ആദരിക്കുന്നു എന്ന് പറയുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനോട് ഞാൻ പ്രധാനമന്ത്രിയോട് ചോദിക്കണം എന്തുകൊണ്ട് ഇഫ്താർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദിയുടെ ഗ്യാരണ്ടിയാണോ? മോദിയുടെ ഗ്യാരണ്ടി ആണല്ലോ, അത് എല്ലാവർക്കും അറിയുന്നല്ലോ. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് മുന്നോട്ട് വെച്ച ഒരു ഇതാണ് കാച്ചുവേർഡാണ്. സ്റ്റേറ്റ് ലീഡർ അല്ലല്ലോ, നാഷണൽ ലെവൽ തന്നെയുള്ള ഒരു ടാഗ് ലൈനാണ് മോദിയുടെ ഗ്യാരണ്ടി. ഞങ്ങൾ മലയാളത്തിൽ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഞങ്ങൾ വെച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ സൂര്യൻ അതിനൊന്നും നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെയാണെന്നൊക്കെ പറഞ്ഞാൽ അല്ല, അവിടെ ഒന്നും നിങ്ങൾ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു തരത്തിൽ പിണറായി ഭക്തന്മാരായിട്ട് എന്തിനാണ് മാറുന്നത്? ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, സൂര്യനാ. ഗ്രഹണം പിടിച്ചു നിൽക്കുന്ന സൂര്യൻ എന്ന് പറയാം, രാവും കേതുക്കൾ മൂടി നിൽക്കുന്നു. പിന്നെ സൂര്യന്റെ അടുത്ത് എത്തിയാൽ കരിഞ്ഞു പോകുന്ന പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ അടുത്ത് എത്തണ്ടാന്ന് വഴിയിൽ എസ്കോർട്ടിന് മുമ്പിൽ എത്തിയാൽ തന്നെ കരിഞ്ഞു പോകും. അതാ സ്ഥിതി. ഇത്രയും ഒരു ഫാസിസ്റ്റ് സമീപനം ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട്, എന്നിട്ട് ഈ കൊട്ടാരം ഗായകന്മാരെ കൊണ്ട് ഓരോ പ്രാവശ്യവും പാടിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കാരണഭൂതനാണ്, ഇപ്പൊ സൂര്യനാണ്. അതൊന്നും ഇവിടെ ആർക്കും ഒരു വിഷയമല്ല. കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ചോദ്യം പുതിയ ചോദ്യങ്ങളുമായിട്ടാണ്. ശരി.